പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് 6 മാർക്ക് തരുന്ന ചാപ്റ്ററാണ് LPP, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണണം. ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങളുടെ LPP ഉള്ള കൺഫ്യൂഷൻ മാറും എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ കാര്യം പറയുന്നു. സോ നോക്ക്, ആദ്യം നമ്മൾ എന്തിനാണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സംഭവം കൊണ്ട് ഗ്രാഫൊക്കെ വരച്ചുകൊണ്ട് നമ്മളിത് സോൾവ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ തരും, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് Z ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സിൻ്റെയും വൈയുടെയും ടേമിൽ മിക്സ് ചെയ്തൊരു സാധനത്തെ കാണാം. Z ഈക്വൽ ടു 3x + 2y. വേറൊരു ചോദ്യത്തിൽ Z ഈക്വൽ ടു 3x + 5y എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ Z ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരുന്ന സംഭവത്തെ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ AX + BY എന്ന് എടുത്തു എന്ന് വിചാരിച്ചു. ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുക. എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കിട്ടാകുന്ന മാക്സിമം മിനിമം വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിനെന്തായാലും മാക്സിമം മിനിമം വാല്യൂ എക്സിനും വൈക്കും നമ്മൾ ഏറ്റവും വലുത് കൊടുത്താൽ ഭയങ്കര മാക്സിമം വാല്യൂസ് ഉണ്ടാവും. അതിനേക്കാൾ ഒരു വലിയ വാല്യൂ കൊടുത്താൽ പിന്നെ വലിയ മാക്സിമം വാല്യൂ കിട്ടും. ഏറ്റവും ചെറിയൊരു വാല്യൂ ഇപ്പോൾ 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2നും 0 കൊടുത്താൽ 0 കിട്ടും. 2നും -1 കൊടുത്താൽ 0നേക്കാളും ചെറിയുള്ളൊരു വാല്യൂ കിട്ടും. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വരാം, അതൊന്നല്ല വിഷയം. അപ്പോൾ ഇതിൻ്റെ മാക്സിമമോ മിനിമമോ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഏതിൽ? പ്രത്യേകമായിട്ട് തരുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ആണ് ഈ ലീനിയർ ഇനീക്വാലിറ്റീസ് ആയിട്ട് നിങ്ങൾ കാണുന്നത്. അതായത് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഈ ലീനിയർ ഇനീക്വാലിറ്റീസ് വെച്ച് നിങ്ങൾ സോൾവ് ചെയ്യണം. അതായത് അത് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമമോ മിനിമമോ വാല്യൂ കണ്ടെത്തണം. ഇത് നമ്മൾ ഗ്രാഫ് വെച്ചിട്ടാണ് ചെയ്യുക. ആൻഡ് നമ്മളിവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് സബ്ജക്റ്റ് ടു എന്ന് പറയും. സബ്ജക്റ്റ് ടു കുറച്ച് ഇങ്ങനത്തെ ലീനിയർ കൺസ്ട്രെയിൻസ് എന്നാ പറയുക. ലീനിയർ കൺസ്ട്രെയിൻ ഇപ്പോൾ എക്സാമ്പിൾ ഇതായിട്ട് എഴുതുന്നത് x + 2y > ≤ 5, x - y < ≤ 0, x > 0, y > 0 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കൺസ്ട്രെയിൻസ് എഴുതും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് പറയുക. എന്താണ് ലീനിയർ കൺസ്ട്രെയിൻസ്? റെഡി? ഈ ലീനിയർ കൺസ്ട്രെയിനിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിലും കാണാൻ പറ്റുന്നതാണ് x > ≤ 0, y > 0. ഇതിനെ നമ്മൾ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറയാം. എന്താണ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്നിട്ട് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമമോ ഓർ മിനിമമോ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, സബ്ജക്റ്റ് ടു ദിസ് കൺസ്ട്രെയിൻസ്. അതായത് ഈ ലീനിയർ ഇനീക്വാലിറ്റീസ് വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് വൺ മോർ തിങ്, നമ്മളിത് ചെയ്യുക ഗ്രാഫിക്കൽ മെത്തേഡിൽ. ഇനി ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ട് പറയാം. ഗ്രാഫിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അവിടെ പറഞ്ഞുതരാം. റെഡി? അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് സോൾവ് ദ LPP ഗ്രാഫിക്കലി. ഇത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെയുള്ള നോൺ നെഗറ്റീവ് അല്ലാത്ത കൺസ്ട്രെയിൻസ്, ഇതിൻ്റെ അർത്ഥം എന്താ? x > ≤ 0, y > 0. ഇത് രണ്ടും നോക്കണ്ട, ബാക്കിയുള്ള 2 എണ്ണം എടുക്കുക. ഇവിടെ ഇനീക്വാലിറ്റി സിമ്പലാണുള്ളത്. നിങ്ങൾ ആ ഇനീക്വാലിറ്റി ഒഴിവാക്കിയിട്ട് അവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, x + 2y = 10, അതേപോലെ തന്നെ 3x + y = 15 എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഗ്രാഫിൽ ഈ ലൈന് വരയ്ക്കണം. ഗ്രാഫിൽ എങ്ങനെയാണ് നമ്മൾ ലൈന് വരയ്ക്കുക എന്നുള്ളതും കാണിച്ചു തരാം. ഗ്രാഫൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെറുതാക്കി ഇവിടെ വരയ്ക്കട്ടോ. ഗ്രാഫിൽ ഇതെങ്ങനെ വരയ്ക്കും, എങ്ങനെ ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. x y എന്ന് കൊടുക്കുക. നിങ്ങൾ എക്സിന്, അതായത് ഈ ലൈന്, ഇതിപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ പോലെയാണുള്ളത്, ഇതൊരു ലൈനിൻ്റെ ഇക്വേഷൻ പോലെയാണുള്ളത്. ഈ 2 ലൈനും ആ ഗ്രാഫിൽ വരയ്ക്കണം. അത് വരയ്ക്കാനുള്ള സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ എക്സിന് 0 കൊടുത്ത് നോക്കുക. എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് x 0 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2y = 10 എന്ന് കിട്ടും. കാണുന്നുണ്ടല്ലോ, മറ്റേത് ഞാൻ പൊത്തി വെച്ചു. 2y = 10 ആണെങ്കിൽ y-യുടെ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി y 0 കൊടുത്താൽ x + 2 × 0 = 10 എന്ന് കിട്ടും. അപ്പോൾ ഇത് 0 ആയിപ്പോയി, 2 × 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 10 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ എന്താ? 10. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ yക്ക് 0 കൊടുത്താൽ x 10. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ അതേപോലെ ഒന്ന് വരച്ചു നോക്കാം. എക്സിന് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ y = 15 എന്നാണ് കിട്ടുക.
ആൻഡ് വൈക്ക് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്ക്, വൈക്ക് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് കിട്ടുക അതാ നോക്ക് 3x + 0 = 15 കിട്ടും. 3x = 15, എക്സ് = 15/3, 15/3 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൊടുത്തു. എന്നിട്ട് ലൈന് വരയ്ക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇവിടുത്തെ പോയിന്റ്സ് നോക്കേ, 5, 10, 15, 5. 5, 10, 15, 5 പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ ഇത് വരയ്ക്കുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും സൗകര്യം നമുക്ക് 5, 10, 15 എടുത്താൽ ഓക്കെ, നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ 2, 4, 6, 8 വെച്ചെടുത്തോ. ഇനിയിപ്പോൾ ഇവിടെ 5 അത് അല്ലെങ്കിൽ എന്താണെന്നറിയോ, 1 മുതൽ 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിങ്ങനെ ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണേലും നിങ്ങൾക്ക് പോയിന്റ് എടുക്കാം. ഞാൻ എന്നാലേ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമ്മുടെ ഒരു സൗകര്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തെടുക്കുന്നു എന്നറിയാം, പോയിന്റ്സ് ഞാൻ 5, 10, 15 എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, നമുക്ക് ആ 2 ലൈൻ വരച്ചാൽ മതി. ഇവിടെ അതേപോലെ തന്നെ 5, 10, 15 എന്ന് പറഞ്ഞെടുത്തു. ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു യൂണിറ്റ്, ഒരു സ്കെയിലിങ് 5 ആയിട്ട് എടുത്തു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇതവിടെ മാർക്ക് ചെയ്യാന്നുള്ളതാണ്. ശ്രദ്ധിച്ചോ, ഈ ലൈന് മാർക്ക് ചെയ്യാൻ ഞാൻ ആദ്യം എക്സ് 0 ആകുമ്പോൾ y 5 അല്ലേ, അപ്പോൾ y 5, x 0. അപ്പോൾ നിങ്ങൾ 0, 5 എന്ന് പറയുന്ന കോർഡിനേറ്റ് മാർക്ക് ചെയ്താൽ മതി. ഇതാ 0, 5. അടുത്തത് x 10 ആകുമ്പോൾ y 0 അല്ലേ, അപ്പോൾ 10, 0 എന്ന് പറയുന്ന കോർഡിനേറ്റ് മാർക്ക് ചെയ്താൽ മതി. അത് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ലൈനിലെ 2 പോയിന്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഇത് രണ്ടും കൂടിയും കണക്ട് ചെയ്തുകൊണ്ട് വരച്ചാൽ മതി. ഇതാ ഇത് രണ്ടും കൂടിയും കണക്ട് ചെയ്തുകൊണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടിയും കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ വരച്ചാൽ എനിക്ക് കിട്ടുന്നതാണ് x + 2y = 10 എന്ന് പറയുന്ന ലൈന്. റെഡി? ഇനി ഇതേപോലെ തന്നെ ഇത് വരയ്ക്കുകയാണ്. x 0 ആകുമ്പോൾ y 15, x 0 ആകുമ്പോൾ y 15 ആണെങ്കിൽ ഈ പോയിന്റാ. x 5 ആകുമ്പോൾ y 0 ആണെങ്കിൽ ഈ പോയിന്റാ. എന്നിട്ട് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ട് വരച്ചു. ഇത് രണ്ടും കൂടിയും കണക്ട് ചെയ്തുകൊണ്ട് വെറുതെ നമ്മൾ അങ്ങനെ അങ്ങ് വരയ്ക്കുക. ഇങ്ങനെ കിട്ടും ഏകദേശം. റെഡി? അതും ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ, ഓക്കെയാണ്. ഇനി എന്താ ചെയ്യാന്നറിയോ, അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ രണ്ടും വരച്ചു. ആൻഡ് ഈ ലൈൻ്റെ പേരെന്താ, 3x + y = 15. ഓക്കെ, ഇനി ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യണം. ഈ രണ്ട് ലൈനിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇനീക്വാലിറ്റി ഇല്ലേ, ഈ x + 2y <= 10 കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിമ്പിളാണ്. നിങ്ങൾ അറ്റ് 0, 0 എന്ന് പറഞ്ഞാൽ എക്സിന് പകരവും വൈക്ക് പകരവും 0, 0 കൊടുത്തു നോക്കുക. എന്നിട്ട് ഈ ഇനീക്വാലിറ്റി ട്രൂ ആകുന്നുണ്ടോ നോക്കുക. ട്രൂ ആണോ നമുക്ക് നോക്കാം. 0 + 2 × 0 <= 10 വരും. 0 <= 10. അപ്പോൾ ഇത് ട്രൂ ആ അല്ലേ, 0 10നേക്കാളും ചെറുതാ. ട്രൂ ആണെങ്കിൽ ശ്രദ്ധിച്ചോ, ഈ ഇനീക്വാലിറ്റി അതായത് 0, 0 കൊടുത്ത സമയത്ത് ട്രൂ ആണ് നിങ്ങൾക്കിത് കിട്ടുന്നതെങ്കിൽ ഷെയ്ഡ് ദ ഹാഫ് പ്ലെയിൻ വേർ 0, 0 കണ്ടെയ്ൻസ് 0, 0. അതായത് ട്രൂ ആണെങ്കിൽ ആ 0, 0 വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുക. എവിടെ? നിങ്ങൾ ഈ ലൈന് ചെക്ക് ചെയ്തില്ലേ, ഏത് ലൈന്, x + 2y = 10 എന്ന് പറയുന്നത്. ഈ ലൈന് നിങ്ങളുടെ ഈ പ്ലെയിനെ 2 ഹാഫ് ആക്കുന്നുണ്ട്, ഒന്ന് താഴോട്ടും ഒന്ന് മുകളിലോട്ടും. ഓക്കെ, നിങ്ങൾ 0, 0 കൊടുത്തു നോക്കിയ സമയത്ത് ഇനി 0, 0 തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഹാഫ് പ്ലെയിൻ ഇവിടെ വരുന്നൊരു പോയിന്റ് ആയിരിക്കും 10, 10 ഇവിടെ വരികയെന്ന് ഉറപ്പാണ്. അപ്പോൾ അത് ഈ ഹാഫ് പ്ലെയിനിലുള്ളത് 10, 10 കൊടുത്തു നോക്കിയാൽ 10 + 2 × 10, 10 + 20, 30, 30 <10 വരിക, <= 10. അത് ഫോൾസാ. അപ്പോൾ ഫോൾസ് ആണെങ്കിൽ ആ പോയിന്റ് ഇല്ലാത്ത ഭാഗത്തേക്കും, നിങ്ങൾ ആ പോയിന്റ് കൊടുത്തു നോക്കുന്ന സമയത്ത് അത് ട്രൂ ആണെങ്കിൽ ആ പോയിന്റ് ഉള്ള ഭാഗത്തേക്കും ഷെയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 0, 0 എക്സിനും വൈക്കും പകരം കൊടുത്തു നോക്കിയ സമയത്ത് ഈ ഇനീക്വാലിറ്റി ലൈനല്ലേ, ഈ ഇനീക്വാലിറ്റി ട്രൂ ആണെങ്കിൽ 0, 0 വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 0, 0 വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്കിവിടെ x > 0, y > 0 എന്നില്ലേ, ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യാന്ന് അറിയുന്നതെന്നറിയോ? ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നത്. അതായത് x 0നേക്കാളും കൂടുതലാണെങ്കിൽ ഇതാ നോക്ക്, 0 ആണ് ഇവിടെ, 0, 0നേക്കാളും കൂടുതലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക, y 0, 0നേക്കാളും കൂടുതലാണ് ഇങ്ങോട്ടേക്ക് വരിക. എക്സും വൈയും ഒരുമിച്ച് പോസിറ്റീവ് ആകുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരുവിധം നിങ്ങൾക്ക് ലീനിയർ പ്രോഗ്രാമിങ്ങിലൊക്കെ തരും. ഓക്കെ, ഇനി എന്താ, വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോ, സിമ്പിളാണ്. ഇത് ട്രൂ അല്ലേ, അപ്പോൾ 0, 0 ഉള്ള ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. ഈ ഹാഫ് പ്ലെയിനിൽ 0, 0 ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടേക്കാ ഇത്ര മതി. കാരണം ഇവിടുന്ന് താഴോട്ട് പോകണ്ട, ഫസ്റ്റ് ക്വാഡ്രന്റിന് താഴോട്ട് പോകണ്ട.
ഇനി ഇതേപോലെ ഇതിൽ കൊടുത്തു നോക്കുക. ഇതിൽ കൊടുത്തു നോക്കുന്ന സമയത്ത് അറ്റ് 0 0 0 0 കൊടുത്തു നോക്കിയാൽ നോക്കേ ഇതാണ് നമ്മുടെ ഇനീക്വാലിറ്റിയെ 3x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇതാണ് ഇനീക്വാലിറ്റി. അപ്പോൾ 0 0 കൊടുത്തു നോക്കിയാൽ 3 × 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇത് 0 തന്നെയാണ് കിട്ടുക. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇതെന്താണ് ആക്ച്വലി? ഇത് ട്രൂ അല്ലേ? ശരിയല്ലേ? 0 15 ചെറുതല്ലേ? അപ്പോൾ ട്രൂ ആണെങ്കിൽ സെയിം കണ്ടീഷൻ ഷെയ്ഡ് വേർ 0 0 കണ്ടെയ്ൻ ഹാഫ് പ്ലെയിൻ. അപ്പോൾ 0 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഹാഫ് പ്ലെയിനിലേക്ക് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നോക്ക്, ഈ ലൈനിനല്ലേ നമ്മൾ നോക്കിയത്. 0 0 വരുന്ന ഭാഗം ഹാഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതല്ലേ. അപ്പോൾ 0 0 വരുന്ന ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യേണ്ടി വരും. ഈ ലൈനിൽ ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇനി എന്താണെന്നറിയോ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും നമ്മൾ ഷെയ്ഡ് ചെയ്ത സ്ഥലങ്ങളിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയാം. അപ്പോൾ ഫീസിബിൾ റീജിയൻ എടുക്കുന്ന സമയത്ത് ഇതാ നിങ്ങൾ എടുക്കേണ്ടി വരും. ഫീസിബിൾ റീജിയനും മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീസിബിൾ റീജിയൻ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയടാ, ഈ ഫീസിബിൾ റീജിയൻ കിട്ടിയല്ലോ, ഇതിൻ്റെ ഓരോ കോർണറുകളിലുള്ള പോയിന്റ്, ഈ കോർണറുള്ള പോയിന്റ് 0 0 കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ വരുന്ന പോയിന്റ് 5 0 അതും കൺഫ്യൂഷൻ ഇല്ല. ഈ പോയിന്റ് 0 5 അതും കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ ഈ പോയിന്റ് എങ്ങനെയാണ്? ആ പോയിന്റ് കണ്ടെത്തണം. ആ പോയിന്റ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നറിയാം നിങ്ങൾക്ക്? അത് വളരെ ഈസിയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്ക്, ഈ ലൈന് ഏത് x+2y = 10 എന്ന് പറയുന്ന ലൈന്, ആ ലൈനിലും അതേപോലെ തന്നെ ഈ ലൈന് ഏത് 3x + y = 15 എന്ന് പറയുന്ന ലൈനിലും കോമൺ ആയിട്ടുള്ള പോയിന്റാണിത്. അതായത് ഈ ലൈനിലും ഉണ്ട്, ഈ ലൈനിലും ഉണ്ട്. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷനിൽ നിങ്ങൾ ഇവിടുത്തെ പോയിന്റ് XY എന്ന് എടുത്തു എന്ന് വിചാരിച്ചോ, അത് ഈ ഇക്വേഷനിൽ കൊടുത്താലും ഈ ഇക്വേഷനിൽ കൊടുത്താലും കറക്റ്റ് ആവണം. അതായത് രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മളെങ്ങനെ എക്സും വൈയും കണ്ടെത്തുക? ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും ഈ രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടൂലേ? പിന്നല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്, ഇത് 1 ഇത് 2 ആണെന്ന് വിചാരിച്ചോ. 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 3 അല്ലേ. അപ്പോൾ അത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3x പ്ലസ് ഈക്വേഷൻ മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6 6y = 3 × 10 30 എന്ന് വരും. അതെന്തിനാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഇവിടെ എക്സിൻ്റെ മുമ്പിൽ സെയിം ആവും. ഇവിടെ എക്സിൻ്റെ മുമ്പിൽ 3 അപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ 2 അങ്ങനെ തന്നെ എഴുതി, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 3x + y = 15 അങ്ങനെയാണെങ്കിൽ നോക്കും. ഇനി മൈനസ് ചെയ്യാം, കാരണം എക്സിൻ്റെ മുമ്പിലുള്ളതൊക്കെ സെയിമാണ്. 3 3 മൈനസ് ചെയ്താൽ എക്സ് ക്യാൻസൽ ചെയ്തു. 3x - 3x 0 ക്യാൻസൽ. 6y - +y അല്ലേ, പ്ലസ് 6y - +y 6y - y 5y 5y = 13 - 15 15. അങ്ങനെയാണ് വൈയുടെ വാല്യൂ എന്താ? 15/5. 15/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. y 3 ആണെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തു നോക്ക്. 3x പ്ലസ് അല്ലെങ്കിൽ x + 2y = 10 അല്ലേ. y 3 ആണെങ്കിൽ x + 2 × 3 = 10 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ ഈ 6 അങ്ങോട്ട് പോയാൽ 10 - 6 നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. വാല്യൂ ഓഫ് x = 4. എക്സിൻ്റെ വാല്യൂ എന്താ? 4 വരിക. എന്താ? 4. എക്സിൻ്റെ വാല്യൂ 4 ആണെന്ന് കിട്ടി. ഇനി എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എക്സും വൈയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് കിട്ടി. എക്സ് വൈ എന്ന് പറയുന്നത് എന്താ? 4, അതേപോലെ തന്നെ 3. 4,3 എന്നാണ് നമ്മൾ എഴുതുക. എന്ത് ഈസി അല്ലേ? ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് മാക്സിമൈസോ മിനിമൈസോ ചെയ്യുകയാണ് വേണ്ടത് ഈ ചോദ്യം. അപ്പോൾ കോർണർ പോയിന്റ്സുകളും അതേപോലെ തന്നെ നിങ്ങളുടെ സെഡിൻ്റെ വാല്യൂ അത് രണ്ടും നിങ്ങൾ എടുക്കുക. അതായത് ഓരോ കോർണർ പോയിന്റ്സിലും z = 3x + 2y ആ വാല്യൂ നിങ്ങൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. നിങ്ങൾ നോക്ക്, കോർണർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. കോർണർ പോയിന്റ് ഇപ്പോൾ 4 കോർണർ പോയിന്റ് ഉള്ളത് 0 0 5 0 0 5 4 3. ഇത് നമ്മൾ ആ രണ്ട് ലൈനിൻ്റെതും സോൾവ് ചെയ്തുകൊണ്ട് ചെയ്യണം. ഏത് രണ്ട് ലൈനിലാണോ നിങ്ങൾ ആ ഒരു പോയിന്റ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്, ആ രണ്ട് ലൈനിൻ്റെയും ഇക്വേഷൻ സോൾവ് ചെയ്താൽ ആ പോയിന്റ് കിട്ടി, ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദെൻ 4 3 അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 0 0 ചെക്ക് ചെയ്യുക, 5 0 ചെക്ക് ചെയ്യുക, 0 5 ചെക്ക് ചെയ്യുക, 4 3 ചെക്ക് ചെയ്യുക. ഓക്കെ, 3x + 2y ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 × എക്സിന് പകരം 0, വൈക്ക് പകരം 0. അപ്പോൾ ആൻസർ 0. ഇവിടെ എക്സിന് പകരം ഒന്നുമില്ല, ഈ സെഡിൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ മതി. z = ഈ ഇക്വേഷനിൽ എക്സിനും വൈക്കും പകരം ഈ പോയിന്റിൽ എക്സ് വൈ കൊടുത്ത് നോക്കിയാൽ മതി. ഇവിടെ ചെയ്യുന്ന സമയത്ത് എക്സിന് പകരം 5, വൈക്ക് പകരം 0. അപ്പോൾ 3 × 5 +
ആൻഡ് 2 ഇൻറ്റു 0, അതായത് 3 5 15 പ്ലസ് 0 15 തന്നെ കിട്ടും. ഇവിടെയോ എക്സിന് പകരം 0, അപ്പോൾ 3 ഇൻറ്റു 0 പ്ലസ് വൈക്ക് പകരം 5, 2 ഇൻറ്റു 5, അപ്പോൾ ഇത് 0 പ്ലസ് 2 ഇൻറ്റു 5 10 തന്നെ കിട്ടും. ഇവിടുത്തതിലോ എക്സിന് പകരം 4, 3 ഇൻറ്റു 4 പ്ലസ് വൈക്ക് പകരം 3, അപ്പോൾ നമ്മുടെ ആൻസർ 12 പ്ലസ് 2 3 6 അല്ലേ, അപ്പോൾ 12 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 18 കിട്ടും. റെഡി? ഇനി വളരെ സിമ്പിളാണ്. ഇത്രയും കണ്ടെത്തിയാൽ ഇനി ചോദ്യത്തിൽ മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ പറഞ്ഞത് നോക്കുക. ചോദ്യത്തിൽ നിങ്ങളോട് ഇവിടെ പറഞ്ഞത് ഇവിടെ മാക്സിമൈസ് മിനിമൈസ് ഏതാ ഇവിടെ ഉള്ളത്? നമുക്ക് മാക്സിമൈസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, മാക്സിമൈസ് ആണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിലെ മാക്സിമം വാല്യൂ ഏതാ നോക്കുക. ഇതിലെ മാക്സിമം വാല്യൂ ഇതാണ് മാക്സിമം വാല്യൂ. മിനിമം ആണ് പറഞ്ഞതെങ്കിൽ മിനിമം വാല്യൂ എടുത്ത് 0, അത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളോട് മാക്സിമൈസ് z ഈക്വൽ ടു എന്നല്ലേ പറഞ്ഞത്. ഈ നമ്മളുടെ കൺസ്ട്രെയിൻസ് വെച്ചുകൊണ്ടല്ലേ അത് ചെക്ക് ചെയ്യേണ്ടത്. അത് വെച്ചുകൊണ്ട് ലൈന് വരച്ച് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഫീസിബിൾ റീജിയൻ ഒക്കെ വരച്ച് നമ്മൾ ചെയ്തല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം വാല്യൂ 18 അല്ലേ. സോ മാക്സിമം വാല്യൂ ഓഫ് z ഈസ് 18. അത് ഏത് പോയിന്റിലാണ്? അറ്റ് 4,3. 4,3യിലാണ് സെഡിന് മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. ഐഡിയ സിമ്പിളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആണെങ്കിൽ, ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുന്നു. നിങ്ങളിത് സ്വന്തമായിട്ടൊന്ന് ഇപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾ എപ്പോഴാണോ കണ്ടു തീരുന്നത് ആ സമയം തന്നെ ഇതൊന്ന് വരച്ച് ചെയ്ത് നോക്ക്. ഇതേ മോഡലിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് 6 മാർക്ക് വളരെ ഈസി ആയിട്ട് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിളാണിത്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തോ. എല്ലാവർക്കും LPPയിലുള്ള 6 മാർക്ക് കിട്ടണേ. ബൈ.